അല്ലമീൻ നമുക്കൊപ്പമുണ്ട്. അല്ലമീൻ, സിനിമയുടെ സെറ്റ് ഏതാണ്? എന്താണ് ആ സെറ്റിൽ സംഭവിച്ചത്? അവിടെ നിന്ന് രക്ഷപ്പെട്ടത് എന്താണ്? രക്ഷപ്പെട്ടതിന് ശേഷം തന്നോടുള്ള ഡയറക്ടറുടെ ബിഹേവിയർ എന്തായിരുന്നു? പിന്നീട് കാസ്റ്റ് ചെയ്യാൻ വിളിച്ചവരൊക്കെ ഡയറക്റ്റായി അഡ്ജസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടു എന്നതടക്കം AMMയോട് പറഞ്ഞതല്ലേ ആ നടി? എന്നിട്ട് അവരെന്താണ് ചെയ്തത് അല്ലമീൻ? കണ്ട ഭാവം നടിച്ചില്ല, കേട്ട ഭാവം നടിച്ചില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനം. അത് 2006 നടന്ന സംഭവം 2018 പരാതി നൽകുന്നു. ആ പരാതി മറ്റു ഫയലുകൾക്കിടയിലേക്ക് പൂഴ്ത്തിവെക്കുന്നൊരു സാഹചര്യം. പുതിയ ഭരണസമിതി വന്നപ്പോൾ അവരിൽ പ്രതീക്ഷ അർപ്പിച്ച് കഴിഞ്ഞ 20 നടി വീണ്ടും പരാതി കൊടുക്കുന്നു. പക്ഷേ എന്നിട്ടും അത് ഇതുവരെയും തൊട്ടിരുന്നില്ല. ഇപ്പോൾ ഈ വിവാദങ്ങൾ ഉയർന്നപ്പോൾ, ആരോപണങ്ങൾ പുറത്തു വന്നപ്പോൾ മാത്രമാണ് ഭാരവാഹികൾ ഇങ്ങനൊരു പരാതി വന്നിട്ടുണ്ട് എന്ന് പ്രതികരിക്കാനെങ്കിലും തയ്യാറായത്. എന്നിട്ടും എന്ത് നടപടി സ്വീകരിച്ചു എന്ന് ചോദിച്ചാൽ അതിനും ഒരു മറുപടിയും അവർക്ക് പറയാനില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനം. ഏതായാലും രേഖാമൂലം ഒരു പരാതി മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് AMMയുടെ ഭാരവാഹികൾ പറയുന്നത്. ആ പരാതി ശ്രീദേവിക്ക് നൽകിയ ഇപ്പറയുന്ന പ്രസ്തുത പരാതിയാണ്. ഇനിയെങ്കിലും അതിലൊരു നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. വൈകാതെ തന്നെ AMMയുടെ എക്സിക്യൂട്ടീവ് യോഗം ചേരാനിരിക്കുന്നുണ്ട്. അതിൽ ഈ പരാതി പരിഗണിക്കുമോ, അതിലൊരു നടപടിക്ക് പോകുമോ? ഏതായാലും മറ്റു കാര്യങ്ങളിൽ കേട്ടുകേൾവിയും പറഞ്ഞറിവും മാത്രമല്ലാതെ രേഖാമൂലം സംഘടനയ്ക്ക് ഒരു പരാതി ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നവർ രേഖാമൂലം ലഭിച്ച പരാതിയിൽ ഇനി എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ളതും ഇനി ചേരുന്ന AMMയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഏറെ പ്രധാനമായിരിക്കും. ആ പരാതി ഇനിയെങ്കിലും പരിഗണിക്കണമെന്നൊരു ആവശ്യം ശക്തമായി തന്നെ ഉയർന്നു വരുന്നുണ്ട്. ഇതുവരെ കണ്ടില്ല എന്ന് വെച്ചു, ഇതുവരെ കേട്ടില്ല എന്ന് പറയാനുണ്ടായിരുന്നു. ഇനി ഒരു വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ഈ പരാതിയിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് ചോദിച്ചാൽ അത് പരിശോധിച്ചു വരുന്നുവെന്നോ പരിഗണിച്ചു വരുന്നുവെന്നോ അതിലെന്താണ് സംഭവിച്ചതെന്ന് പഠിച്ചു വരുന്നുവെന്നൊരു മറുപടി പറഞ്ഞ് പിന്മാറുക എളുപ്പമല്ല എന്നുള്ള ബോധ്യം അവർക്കുമുണ്ട്. അത്തരം ചില ബോധ്യങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് സുജയ നാളെ ചേരാൻ നിശ്ചയിച്ചിരുന്ന AMMയുടെ എക്സിക്യൂട്ടീവ് യോഗം മറ്റൊരു ദിവസത്തേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. മറ്റൊരു ദിവസത്തേക്ക് മാറ്റുന്നു എന്ന് പറയുമ്പോഴും അത് ഏതു ദിവസം എന്ന കാര്യത്തിൽ തീരുമാനിച്ചിട്ടില്ല. ഉടനെ ഏതായാലും ആ യോഗം ചേരില്ല എന്നുള്ളത് ഉറപ്പാണ്. പ്രത്യേകിച്ച് ഓരോ ദിവസവും ഇത്തരത്തിൽ പലർക്കെതിരെയും ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ, ശക്തമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ, മൊഴികൾ വരുമ്പോൾ അത് കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിച്ച് മുന്നോട്ട് പോവുക പ്രായോഗികമല്ല നോക്കൂ. അവർ ചോദിക്കുന്നു, ഐ റോട്ട് അബൌട്ട് പേയ്മെന്റ് ആൻഡ് ഹറാസ്മെന്റ് ബട്ട് മെനി grievances are handled in a similar way. On the first call to one of the executive committee members, what tends to happen is a mere phone conversation in which the executive committee member will try put the fire out on that very first call. They never let an issue progress beyond that and shuns the complainant. ആ പരാതിക്കാരിയുടെ നാവടപ്പിക്കുക എന്നത് തന്നെയാണ് അവിടെ ചെയ്യുന്നത്. The only reason I can possibly find for this is that AMMA needs to portray an image that her members are all united and all issues will be raised and addressed within and nothing goes beyond those walls. Unfortunately, it doesn't help many. അതായത് ഗ്രീവൻസസ് ഉണ്ടാകുമ്പോൾ ആ ഗ്രീവൻസസ് എന്ന് പറയുന്നത് AMMA എന്ന താരസംഘടനയ്ക്കുള്ളിൽ ഒതുക്കി തീർക്കാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ ഒതുക്കി തീർത്തിട്ടുള്ള സെറ്റിൽ ചെയ്തിട്ടുള്ള പരാതികൾ നിരവധി ഉണ്ടാകാം. അതുകൊണ്ടാകാം പല പൊയ്മുഖങ്ങളും ഇതുവരെ വലിച്ചു കീറി പൊതുമധ്യത്തിലേക്ക് വരാതിരുന്നതും, അല്ലേ അമീൻ? ഒരു സംശയവുമില്ല സുജയ. ആ പരാതിയിൽ പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. സുജയ വായിച്ച ആ പരാതിയിൽ പറയുന്ന ഒരു പോയിന്റ് കൂടിയുണ്ട്. അതായത് ഈ പരാതി നൽകിയതിനു ശേഷം അന്നത്തെ AMMയുടെ സെക്രട്ടറിയെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത് പരാതിയായി ഉന്നയിച്ചത് വേതനവും ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നു. പറഞ്ഞ വേതനം പോലും ലഭിച്ചിരുന്നില്ല. ഇക്കാര്യങ്ങളൊക്കെ പരാതിയായി ഉന്നയിച്ചപ്പോൾ ഫോണിൽ കൂടി അന്നത്തെ സംഘടനയുടെ സെക്രട്ടറി പറഞ്ഞ മറുപടിയായി അതിൽ ചൂണ്ടിക്കാണിക്കുന്നത് പരാതി ഉന്നയിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവസരങ്ങൾ ഇനി നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമായിരിക്കും. അതുകൊണ്ട് ഇനി അവസരങ്ങൾ വേണമെങ്കിൽ ആ പരാതിയൊന്നും പറയാതെ കിട്ടിയതും കൊണ്ട് മുന്നോട്ട് പോവുക എന്ന ധ്വനിയിൽ മറുപടി നൽകി പ്രതികരിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിൽ വന്ന പരാതി കൂമ്പാരങ്ങളെല്ലാം ഈ വിധത്തിലായിരിക്കും സംഘടന കൈകാര്യം ചെയ്തിട്ടുണ്ടാവുക. ഈ വിധത്തിലായിരിക്കും അവരുടെ അർത്ഥത്തിൽ അവർ പരിഹാരം നിർദ്ദേശിച്ചിട്ടുണ്ടാവുക എന്നുള്ളതും വ്യക്തമാണ്. അതുതന്നെയാണ് ശ്രീദേവിക ഈ പരാതിയിൽ പറയുന്നത്. അങ്ങനെ ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, പരാതികൾ പലവട്ടമായി കൃത്യമായ രാഷ്ട്രീയം പറയുന്നുണ്ട് അവർ. അതായത് everyone grievances should be heard and addressed and resolved with the best interest of the AMMA member in mind. അതായത് ഈ പവർഫുളിനൊപ്പം കരുത്തനൊപ്പം അണിചേർന്നുകൊണ്ട് ആസ്കിംഗ് ദ വീക്ക് ടു അഡ്ജസ്റ്റ് ഓർ ടേക്ക് എ പേ കട്ട് ഈസ് നോട്ട് വാട്ട് പീപ്പിൾ ജോയിൻ ആൻ ഓർഗനൈസേഷൻ. ഒരു സംഘടനയിൽ അംഗമാകുന്നത് എന്തിനാണ്? തുല്യനീതി കിട്ടുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ്. ഇവിടെ തുല്യനീതി ഇല്ലെന്നത് പോട്ടെ, ഇവിടെ ശക്തിയുള്ള ഒരു പവർ ഗ്രൂപ്പ്, അതുതന്നെയാണല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും പറയുന്നത്. അവർക്ക് വേണ്ടി പരാതിക്കാരായ ഈ വീക്കർ സെക്ഷനെ അടിച്ചമർത്തി അവരെ നിശബ്ദരാക്കി നിർത്തുന്ന ഒരു സമീപനമാണ് ഇക്കാലയളവിൽ ഈ താരസംഘടന തുടർന്നത് എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമല്ലേ ഈ കത്തിലെ വാചകങ്ങൾ?
ഒരു സംശയവുമില്ല. ഒപ്പം എന്തിനാണ് സംഘടന എന്നൊരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ ഒപ്പം നിൽക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് സംഘടന എന്നൊരു ചോദ്യം കൂടി ശ്രീദേവികയുടെ ആ പരാതിയിലുണ്ട്, അല്ലെങ്കിൽ ആ അയച്ച കത്തിലുണ്ട് എന്നുള്ളതാണ് സുജയ് ഏറെ പ്രധാനം. എവരിവൺസ് ഗ്രീവൻസസ് ഷുഡ് ബി ഹേർഡ് ആൻഡ് അഡ്രസ്ഡ് ആൻഡ് റിസോൾവ് വിത്ത് ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് അമ്മ മെമ്പർ ഇൻ മൈൻഡ്. ഓരോരുത്തരുടെയും പരാതി ആ അർത്ഥത്തിൽ കേൾക്കാനും പരിഹരിക്കാനും അത് പരിശോധിക്കാനും ഒരു തയ്യാറാകേണ്ടിയിരിക്കുന്നു സംഘടന എന്നുള്ളതാണ് അതിൽ പറയുന്നത്. പാർട്ട്ണറിംഗ് വിത്ത് ദ പവർഫുൾ ആൻഡ് ആസ്കിംഗ് ദ വീക്ക് ടു അഡ്ജസ്റ്റ് ഓർ ടേക്ക് പേ കട്ട് ഓഫ് ഈസ് വാട്ട് പീപ്പിൾ ജോയിൻ an organization for. It is supposed to protect us and not those with the many power. അതായത് ഇതിൽ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു എന്ന് നോക്കണം. സംവിധായകൻ തുളസീദാസ്, ഒപ്പം തന്നെ അതിലുണ്ടായിരുന്ന കോ സ്റ്റാറുകൾ, അവർക്കൊക്കെ പറയാനുള്ളത് നോക്കാം ഇപ്പോൾ.